ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് പാക്കുകൾക്കും ഡ്രൈ പാക്കുകൾക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കോംബോ ആയിട്ടുള്ള ചിക്കൻ ഹരിയാലിയാണ്. ഈ ചിക്കൻ ഹരിയാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കാണാനായിട്ട് കുറച്ച് ഗ്രീനിഷ് ആണ്, അതേപോലെ അതിൻ്റെ ടേസ്റ്റിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ചിക്കൻ കറികൾക്ക് ഉണ്ടാക്കി മടുത്ത ആളുകളൊക്കെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് അളവിൽ പുതിനയില ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 കപ്പ് അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടാതെ 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തത്, 10 കാഷ്യൂ, 1/2 കപ്പ് യോഗർട്ട് കയ്യിലില്ലാത്തവർ സാധാരണ തൈര് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടുത്തായിട്ട് വലിയൊരു ബൗളിലേക്ക് എല്ലോട് കൂടിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.3 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത മസാല ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അല്പസമയം ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ടൊരു പാത്രം ചൂടാക്കാനായി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള നീളനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തെടുത്ത സബോളൊക്കെ അത്യാവശ്യം അതിൻ്റെ പച്ചമണക്ക് മാറി നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പൊടികളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേവാൻ പാകത്തിന് ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതേപോലെ ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹരിയാലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഹരിയാലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൈസ് പാക്കലിൻ്റെ കൂടിയും ഡ്രൈ പാക്കലിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇത് കഴിച്ച സമയത്ത് നല്ലൊരു യൂണിക്ക് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.